നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ബൈബിളിലെ ജന്തുജാലങ്ങളിൽപ്പെട്ട മാൻ എന്ന ജീവിയെയാണ്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഇത് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകമാണ്. എത്ര അർത്ഥവത്തായ ഒരു ധ്യാനചിന്തയാണിത്. ഇതുപോലെയുള്ള മനോഹരമായ അനേക ഉപമകളിൽ മാൻ വിശുദ്ധ ബൈബിളിൽ വിഷയമായിട്ടുണ്ട്. പലയിനം മാനുകളെ വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അവയിൽ 5 ഒരു വാക്യത്തിൽ തന്നെ അണിനിരക്കുന്നുണ്ട്. ആഹാരത്തിന് ഉപയോഗിക്കാവുന്ന ശുദ്ധിയുള്ള മൃഗങ്ങളുടെ നീണ്ട പട്ടികയിൽ കലമാൻ, പുള്ളിമാൻ, കടമാൻ, ചെറുമാൻ, കവരിമാൻ എന്നിവ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഈ മലയാള നാമം നമുക്ക് പരിചിതമല്ല. ഇംഗ്ലീഷ് പരിഭാഷയിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഡിയർ, ഗസല്ല, റോഡിയർ, എബെക്സ്, ആൻറ്റിലോപ്പ് എന്നാണ്. വ്യത്യസ്ത മലയാള പദങ്ങൾ ഒരേ ഇംഗ്ലീഷ് നാമത്തിന് തുല്യമായി ഉപയോഗിച്ചിരിക്കുന്നത് മൂലമുള്ള ആശയക്കുഴപ്പം വളരെയാണ്. ശലോമോൻ രാജാവിൻ്റെ അരമനയിൽ ഉപയോഗിച്ച ആഹാര പദാർത്ഥങ്ങളുടെ പട്ടികയിൽ മാൻ, ഇളമാൻ, മ്ലാവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പരിഭാഷയിൽ യഥാക്രമം ഡിയർ, ഗസല്ല, റോബെക്സ് എന്നിങ്ങനെയാണ്. മാൻ എന്നു മാത്രം ഉപയോഗിച്ചിരിക്കുന്നത് കലമാനിനെയോ അതിൻ്റെ പെൺവർഗമായ പേടമാനിനെയോ ആണ്. ഇംഗ്ലീഷ് പരിഭാഷയിൽ ഡോ എന്നാണ് രണ്ടിനെയും സൂചിപ്പിക്കുന്നത്. മാൻപേട എന്ന പ്രയോഗവും 5 തവിട്ട് നിറമുള്ള ശരീരവും ശാഖയുള്ള കൊമ്പുകളുമുള്ള കലമാൻ മലഞ്ചെരുവിലെ പുൽമേടുകളിൽ കൂട്ടം കൂട്ടമായി വിഹരിക്കുന്നു. കലമാൻ്റെ കാലുകൾ ബലമുള്ളതും കുതിച്ചു പായുവാൻ തക്ക ശക്തിയുള്ളതുമാണ്. അതുകൊണ്ട് അവൻ എൻ്റെ കാലുകളെ മാൻപേടക്കാലിന് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു എന്ന് ദാവീദ് രാജാവ് സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേ ആശയം തന്നെ ദാവീദ് വീണ്ടും പറയുന്നുണ്ട്. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാലുപോലെ ആക്കുന്നു. കലമാൻ്റെ മാംസം ആഹാരത്തിനു വേണ്ടി ധാരാളമായി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. ശലോമോൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഭോഗമായിരുന്നതുപോലെ അശുദ്ധനും ശുദ്ധനും ഒരുപോലെ കലമാൻ്റെ മാംസം ഭക്ഷിച്ചു. കാലാകാലങ്ങളായി ഇവ ധാരാളമായി വേട്ടയാടപ്പെട്ടിരുന്നു. കലമാൻ പാലസ്തീൻ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായി. ഒടുവിലത്തെ കലമാൻ വേട്ടയാടപ്പെട്ടത് 1992 ചരിത്ര പണ്ഡിതൻ കാൻസ്ഡെയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്താൽ മാനുകൾ അത്ഭുതകരമായി പരിപാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. മാൻപേടയുടെ ഈറ്റുനോവ് നീ കാണുന്നുവോ? അവയുടെ പ്രസവകാലം നിനക്ക് അറിയുമോ എന്നാണ് ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്നത്. അവ കുനിഞ്ഞു കുട്ടികളെ പ്രസവിക്കുന്നു, ക്ഷണത്തിൽ വേദന കഴിഞ്ഞു പോകുന്നു. അവയുടെ കുട്ടികൾ ബലപ്പെട്ട് കാട്ടിൽ വളരുന്നു എന്ന് ദൈവം കൂട്ടിച്ചേർക്കുന്നു. യഹോവയുടെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം പ്രകടിപ്പിക്കുന്നത് അവൻ്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞു സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറുകയും സ്വതന്ത്രമായി നടക്കുകയും ചെയ്യുന്ന നഫ്താലിയെ പേടമാനിനോട് തുല്യമായി ഉപമിച്ചിരിക്കുന്നു. അതികഠിനമായ വരൾച്ചയെക്കുറിച്ച് സൂചിപ്പിക്കുവാൻ ഇരമ്യ പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്: മാൻപേട വയലിൽ പ്രസവിച്ചിട്ട് പുല്ലില്ലായ്കയാൽ കുട്ടിയെ ഉപേക്ഷിക്കുന്നു എന്നാണ്. കുട്ടികളെ വളരെ കരുതുന്ന മൃഗമാണ് മാൻപേട. വരൾച്ചയുടെ കാഠിന്യം ചിത്രീകരിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. സിയോൻ പട്ടണത്തിനുണ്ടായ ക്ഷീണം വ്യക്തമാക്കുവാൻ അവളുടെ പ്രഭുക്കന്മാർ മേച്ചിൽ കാണാത്ത മാനുകളെ പോലെയായി. പിന്തുടരുന്നവൻ്റെ മുമ്പിൽ അവർ ശക്തിയില്ലാതെ നടക്കുന്നു എന്ന് വിലാപങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സൗന്ദര്യത്തിൻ്റെയും സൗമ്യതയുടെയും പര്യായമായ പേടമാനെപ്പറ്റി
പ്രണയപരവശരായ കാമിനി പറയുന്നത് ഉത്തമഗീതത്തിലുണ്ട്. സൗന്ദര്യവതിയായ സ്ത്രീയെ വർണ്ണിക്കുമ്പോഴും പേടമാനും ഇടമാൻ പേടയും വിഷയമായിട്ടുണ്ട്. എത്രയെത്ര വ്യത്യസ്ത പശ്ചാത്തലത്തിലാണ് മാനും പേടമാനും വിശുദ്ധ ബൈബിളിൽ പരാമർശിക്കപ്പെട്ടുള്ളത്. ഇത് മാൻ എന്ന ജീവിയെപ്പറ്റി വിശുദ്ധ ബൈബിളിൽ പല ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.